വണക്കം, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാടൻ. ഇത് വന്ന് ആദ്യത്തെ മുഖം കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് അല്ലേ. സോ നമ്മൾ വന്നിട്ട് ചെന്നൈയിലാണ് സെറ്റിൽഡ്. അപ്പോൾ ഈ ചെന്നൈയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിടിച്ച എല്ലാ കാര്യങ്ങളും വന്നിട്ട് നമ്മുടെ ഈ ചാനലിൽ കാണാം. സോ വെൽക്കം ബാക്ക് പാലക്കാടൻ. എൻ്റെ പേര് വന്ന് ജയപ്രകാശാണ്. മുഴുവൻ പേര് JP എന്ന് വിളിക്കും, ജയൻ എന്ന് വിളിക്കും. ചെറുപ്പത്തൊക്കെ ജയൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന് നിറയെ പേര് വന്ന് JP എന്ന് വിളിക്കും. സോ നമ്മളിന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ ഇരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ വന്നിട്ട് റേഷൻ കടയ്ക്ക് പോകണം കേട്ടോ. അപ്പോൾ റേഷൻ കടയിൽ എന്തൊക്കെ നമുക്ക് കിട്ടും, അതുമാതിരി റേഷൻ കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇടാം. സോ നമുക്ക് റേഷൻ കടയിൽ വന്ന് ഡയറക്റ്റായിട്ട് എടുക്കാൻ വിടുമോ എന്നറിയില്ല. എന്തെന്ന് വെച്ച് പറഞ്ഞാൽ അവർക്കൊരു റൂൾസ് ഉണ്ടാവുമല്ലോ. കേട്ട് നോക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ എന്തൊക്കെ എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇല്ല പറഞ്ഞാൽ സാധനം വാങ്ങിയിട്ട് പോയിട്ട് വീട്ടിൽ കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് നമ്മുടെ റേഷൻ കട. നമ്മൾ ഉള്ളിൽ പോയി ചോദിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ വന്നിട്ട് അവർ വീഡിയോ എടുക്കാൻ പേടിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കണ്ട, നാളേക്ക് എന്തെങ്കിലും പ്രശ്നം വരും എന്നൊക്കെ പറയണവർ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല. സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ വീട്ടിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. സോ ഇത് വന്നിട്ട് നമ്മുടെ കേരളത്തിനും തമിഴ്നാട്ടിനും ഒന്ന് കമ്പയർ ചെയ്യല്ല. സോ ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ടെന്ന് മാത്രം നമ്മൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ പോയിട്ട് എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്, എത്ര രൂപയായി, എല്ലാം നമ്മൾ കാണിച്ചു തരാം. എൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് നാട്ടുകാരനെ എവിടെയാണെന്നെല്ലാം അറിയും. ആരും ചീത്ത പറയണ്ട, എനിക്ക് മലയാളം വരുള്ളൂ. എൻ്റെ അനിയന്മാരാകട്ടെ, പിന്നെ വന്നിട്ട് എൻ്റെ ഏട്ടന്മാരൊക്കെ ആവട്ടെ, തമിഴിൽ എൻ്റെ JP എപ്പിക്സിൻ്റെ ചാനലിൽ അറിയാതെ 2-3 സംസാരമൊക്കെ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ഒരാളും ഫോൺ ചെയ്ത് ഭയങ്കര ചെറി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മലയാളത്തിൻ്റെ സംസാരം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ വരുള്ളൂ. പിന്നെ വീഡിയോനായിട്ട് എന്താ പറയുക, നമ്മൾ സംസാരവും രീതിയൊന്നും മാറ്റാനുള്ള ഉദ്ദേശമില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പാലക്കാട്. സോ അതുകൊണ്ട് എനിക്ക് എങ്ങനെ വരുന്നോ അതങ്ങനെ പോട്ടെ അല്ലേ. സോ വീടെത്തി. ഞാൻ ഇപ്പോൾ എന്തൊക്കെ വാങ്ങിയെന്ന് കാണിക്കാം. ഇവിടെ റേഷൻ കടയിൽ ഇങ്ങനെ ബില്ല് വരിക. നമ്മുടെ നാട്ടിൽ ഇതേപോലെ ആയിരിക്കും തോന്നണു. ഇതിൽ കാണുമ്പോൾ അറിയണ്ടാവുമല്ലോ അല്ലേ. വീറ്റ്, തിരോള്, പിന്നെ വന്നിട്ട് റൈസ്, ഷുഗർ, മൊത്തം 100 എവിടെ ഈ ഒരു സാധനം ഇവിടെ ഇതാ 105 റുപ്യ. എൻ്റെ കണ്ണു കാണുന്നുള്ളതാണ്. നമ്മൾ വന്നിട്ട് റേഷൻ കടയിൽ പോയിട്ട് വന്നിട്ട് വാങ്ങിയ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ കാണിച്ചില്ലേ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ കിട്ടുകയെന്ന് പറയാം. പഞ്ചസാര, പാം ഓയിൽ, പരിപ്പ്, ഇത് 3 മാത്രമാണ് കാശ്. അതല്ലാണ്ട് പച്ചരി, പുഴുങ്ങലരി, ഗോതമ്പ്, ഇത് 3 ഫ്രീ ആണ് ഇവിടെ. അതെങ്ങനെയാണെന്ന് വെച്ച് പറഞ്ഞാൽ ഒരു കാർഡിന് വന്നിട്ട് 20 കിലോ, 25, 30 കിലോ അങ്ങനെയുള്ള രീതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വന്നിട്ട് 20 കിലോനാണ് അലാട്ട്. അപ്പോൾ 20 കിലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ നോക്കുമ്പോൾ 40 കിലോനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ റേഷൻ കടയിൽ അത് തരില്ല. 20 കിലോനാണ് കിട്ടുള്ളൂ. അപ്പോൾ 20 കിലോനിൽ നമ്മൾ എങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങാം. പച്ചരി 10 കിലോ, പുഴുങ്ങലരി 10 കിലോ വാങ്ങാം. അങ്ങനെ ഇല്ലയെന്ന് വെച്ച് പറഞ്ഞാൽ പച്ചരി 8 കിലോ വാങ്ങിയിട്ട് ഗോതമ്പ് 2 കിലോ വാങ്ങാം. പിന്നെ പുഴുങ്ങലരി 10 കിലോ വാങ്ങാം. അങ്ങനെ 20 കിലോ വന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കാണിക്കണ്ടേ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ അമ്മോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പൊന്നു പോലെ ഉണ്ടാകും സാധനങ്ങൾ. നമ്മുടെ നാട്ടിൽ വന്ന് ചോപ്പരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള അരിയൊന്നും ഇവിടെ കിട്ടില്ല. പക്ഷേ ഇവിടുത്തെ റേഷൻ അരി വന്നിട്ട് നമ്മളിവിടെ ഏകദേശം സാറ്റർഡേ സൺഡേ ഒക്കെ വന്ന് പറഞ്ഞാൽ വല്ല ഇറച്ചി മീനൊക്കെ എടുക്കുകയാണെങ്കിൽ ആ അരിയും കൊണ്ട് ചോറ് വയ്ക്കും. സൂപ്പറായിട്ട് നമ്മുടെ നാട്ടിലെ അരി എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ടാവും. അരി കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ പരിപ്പ്. ഇത് വന്നിട്ട് ഇവിടെ തോരൻ പരിപ്പ് പറയും. നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് അറിയില്ല. സാമ്പാർ വയ്ക്കണ പരിപ്പ്. ഇത് വന്നിട്ട് 1 കിലോ. പിന്നെ പാം ഓയിൽ, ഓക്കെ, 1 ലിറ്റർ. പിന്നെ വന്നിട്ട് പഞ്ചസാര ഇതിന് മാത്രമാണ് 105 റുപ്യ.
ഇതെല്ലാം ഉണ്ട്. ഇതാ ഗോതമ്പ്, നല്ല അടിപൊളി ഗോതമ്പാണ് സാധനം. ഇതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, മാസം മാസം കിട്ടുന്ന 2 കിലോ ഗോതമ്പിനെ ചേർത്തിട്ട് ഒരു 10 കിലോ 15 കിലോ ആകുന്ന സമയത്ത് ഒരുമിച്ച് എടുത്തിട്ട് പോയിട്ട് പൊടിച്ച് ഞങ്ങൾ പാക്ക് ചെയ്ത് വെക്കും. നമ്മൾ എമർജൻസിക്കൊക്കെ പോയിട്ട് കടയിൽ പോയിട്ട് പാക്കറ്റായിട്ടൊക്കെ വാങ്ങി നമ്മൾ ചപ്പാത്തി ചെയ്യും. അത് എന്ത് തന്നെ നമ്മൾ ചെയ്താലും ഈ ഒറിജിനൽ ഗോതമ്പിനെ എടുത്ത് നമ്മൾ പൊടിച്ച് തിന്നണ ടേസ്റ്റ് നമുക്ക് വരുന്നില്ല. പിന്നെ സംശയം വേണ്ടല്ലോ, നല്ല സാധനം എന്താണ്. ഒരു 2 കിലോനെ കിട്ടും, 2 കിലോനോ 3 കിലോ മാക്സിമം നമുക്ക് സംസാരിച്ച് വാങ്ങാം. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഗോതമ്പ് വന്നിട്ട് സ്റ്റോക്ക് കുറച്ച് കമ്മിയായിട്ടേ വരുള്ളൂ. നമ്മുടെ ചെന്നൈയിലൊരു റൂൾസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ സ്മാർട്ട് കാർഡ് വന്നതിന് ശേഷം വന്നിട്ട് ഏത് റേഷൻ കടയിൽ പോയിട്ട് വാങ്ങാം. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന ഈ കടയിൽ വന്നിട്ട് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കുറച്ച് അകലെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ വാങ്ങണ കാരണം കൊണ്ട് ഈ ഗോതമ്പൊക്കെ കുറച്ച് കമ്മിയായിട്ട്, പക്ഷേ അരി കിട്ടും കേട്ടോ. അരി കാണിച്ചു തരാം. പറയാൻ മറന്നു, ഗോതമ്പ് ഫ്രീ ആണ് ഇവിടെ. 2 കിലോ അല്ലെങ്കിൽ 3 കിലോ ഞാൻ പറഞ്ഞ മാതിരി കേട്ടോ. ഇപ്പോൾ ഇതിൽ പച്ചരി നല്ല അടിപൊളി സാധനമാണ് പച്ചരി. ഈ പച്ചരി വന്നിട്ട് 8 കിലോ വാങ്ങിയിട്ടുണ്ട്. പുഴുങ്ങലരി നല്ല നല്ല സാധനമാണ് പുഴുങ്ങലരി. ഇതെല്ലാം വന്ന് ഫ്രീ ആണ്. ഈ പുഴുങ്ങലരി, പച്ചരി, ഗോതമ്പ് ഇത് 3ഉം ചേർത്തിട്ട് 20 കിലോ. ഞായറാഴ്ചയൊക്കെ വന്നിട്ട് വല്ല ഇറച്ചി മീനൊക്കെ എടുക്കണമെന്ന് വെച്ച് പറഞ്ഞാൽ ഈ എന്താ പറയുക, നല്ലരി പറയില്ല, ഈ മെലീസായിട്ടുള്ള അരിനെക്കാട്ടിയും വന്നിട്ട് റേഷൻ അരിയാണ് ചോറ് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇറച്ചി മീൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അതുമാതിരി വന്നിട്ട് കാലത്ത് വെള്ളച്ചോറൊക്കെ ഉണ്ണുകയാണെങ്കിൽ സൂപ്പറായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ റേഷനിൽ കിട്ടുന്ന സാധനങ്ങൾ. സോ 20 കിലോ നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടും. 20 കിലോയിൽ പച്ചരി, പുഴുങ്ങലരി, ഗോതമ്പ് ഇത് ഏത് വേണമെങ്കിൽ നമ്മൾ മാറ്റി മാറ്റി വാങ്ങാം. ഇത് വന്നിട്ടിപ്പോൾ വിജയ് സർക്കാർ വന്നതിന് ശേഷം ഉള്ള കാര്യമല്ല. ഇത് വന്നിട്ട് ജയലളിത അമ്മ ഉണ്ടാകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ജയലളിത അമ്മയാർ ഉണ്ടാകുമ്പോഴേ വന്നിട്ട് ഉഴുന്നും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങനെ പാർട്ടികളൊക്കെ മാറിയപ്പോൾ, കക്ഷികളൊക്കെ മാറിയപ്പോൾ ഉഴുന്ന് കട്ടാക്കി. ഈ സാധനങ്ങൾ മാത്രം വരുന്നുണ്ട്. പക്ഷേ ഇനി വിജയ് സർക്കാർ വന്നിട്ട് എന്തൊക്കെയോ റൂൾസൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വന്നിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതേമാതിരി പരിപ്പ്, പഞ്ചസാര, പാം ഓയിൽ 105 റുപ്യ. സോ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ എത്ര രൂപയാവുന്നുണ്ടെന്ന് കമൻറ്റിൽ നിങ്ങൾ ചെയ്യും. സോ ഇതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ റേഷൻ കടയിൽ കിട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് പിന്നെയും ഒരു നല്ല വീഡിയോ ഇവിടെ, എനിക്ക് സമയമില്ലാത്ത കാരണം കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ജോലി തിരക്ക്. ഇല്ലെങ്കിൽ നമ്മൾ നിറയെ സ്ഥലങ്ങളൊക്കെ കൂട്ടിയിട്ട് പോയി കാണിക്കാം നിങ്ങൾക്ക്. എനിക്കായിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യും. ഇത് പെട്ടെന്ന് റേഷൻ കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് ഇടണം തോന്നി. ശരി, ഓക്കെ. അപ്പോൾ പിന്നെയും കാണാം. നിങ്ങളുടെ സ്വന്തം പാലക്കാട്.